ഇന്ന് കാലത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. 2 ദിവസം വെയിൽ കണ്ടപ്പോൾ കുറച്ച് ദിവസം വെയിൽ നിന്നോളും എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴക്കാറാട്ടോ. ഇന്ന് രാവിലെ ഞാൻ ഇഡലി ആട്ടോ ഉണ്ടാക്കിയേ. ഇഡലിക്ക് വേണ്ട മാവായതുകൊണ്ട് ഞാൻ കുറച്ച് തിക്കായിട്ടാട്ടോ അരച്ച് വെച്ചത്. ഞാൻ എപ്പോഴും ഇഡലി ഉണ്ടാക്കണേക്ക് മുമ്പ് ഇഡലി തട്ടിൽ ഇതുപോലെ വെളിച്ചെണ്ണ തേക്കും കേട്ടോ. അത് മാവ് ആ പാത്രത്തിൽ ഇങ്ങനെ കട്ടയായിട്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ 2 തട്ടിൽ മാവൊക്കെ ഒഴിച്ച് ഞാനത് വേവിക്കാനായിട്ട് വെച്ചു. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. ഒരു 5-10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഇഡലിയൊക്കെ റെഡിയായി. ഞാൻ ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇഡലിത്തട്ട് വെക്കുന്നത് പെട്ടെന്ന് ഇഡലി വിട്ടുപോരും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂടാറി അപ്പോൾ അധികം ആ ഇഡലിത്തട്ടിൽ ഇങ്ങനെ പ്രസ്സായിട്ടിരിക്കില്ല ഇഡലി. എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടെന്നറിയില്ല, പക്ഷേ എനിക്കിത് ചെയ്യുന്ന ഭയങ്കര ഈസി ആയിട്ടാട്ടോ തോന്നാറ്. പിന്നെ ഞാൻ ഇതിന് തേങ്ങാ ചമ്മന്തി ആട്ടോ ഉണ്ടാക്കിയത്. എപ്പോഴും ഞാൻ ഇഡലിക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാറ്. ഇച്ചിരി കൊഴുപ്പ് കൂട്ടി കടുകിട്ടു, അതിലേക്ക് കറിവേപ്പില ഇട്ടു, പിന്നെ ചുവന്നുള്ളി വറ്റൽമുളക് ഇട്ടു, പിന്നെ ഉപ്പിട്ട് അതൊന്ന് വഴട്ടിയെടുത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടു കേട്ടോ. ഞാൻ ഇതിൽ പച്ചമുളകും ചുവന്നുള്ളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒരു 3 ഇട്ടു. അത് കഴിഞ്ഞിട്ട് അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചായ ഉണ്ടാക്കാൻ വെച്ചു. എനിക്ക് പണ്ട് ഇഡലി എന്ന് പറയുന്ന സാധനമേ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അധികം പുളിയൊന്നും ഇല്ലാത്ത രീതിക്കാണ് ഞാൻ ഇഡലി ഉണ്ടാക്കിയെടുക്കാറ്. ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ ഇന്നത്തെ ഒരു വീഡിയോ.